ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൂവ് ടൂളിനെ പറ്റിയാണ്. മൂവ് ടൂൾ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മളൊരു 2 ഡയമെൻഷണൽ ഫിഗർ അല്ലെങ്കിൽ ഒരു ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ അതിന് മൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾ. മൂവ് എൻറ്റിറ്റീസ് എന്നാണ് ഇതിൻ്റെ അകത്ത് പഠിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സ്കെച്ച് വിൻഡോയിലാണുള്ളത്. ഞാൻ 3 ഫിഗർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ മൂവ് എൻറ്റിറ്റീസ് എന്ന് പറയുന്ന ടൂൾ നമുക്ക് അവൈലബിൾ ആവേണ്ടി നമ്മൾ മിനിമം ഒരു സ്കെച്ചെങ്കിലും വരച്ചിരിക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ സ്കെച്ച് ഡിലീറ്റ് ചെയ്തോളാം. അപ്പോൾ എന്താ, മൂവ് എൻറ്റിറ്റീസ് എന്ന് പറയുന്ന ടൂൾ പോയി. എന്തെങ്കിലും ഒരു ഫിഗർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടൂള് ആക്ടിവേറ്റ് ആവും. അപ്പോൾ എന്താ, ഞാൻ ഫിഗർ എടുത്തു. നമുക്ക് മൂവ് ടൂളിലോട്ട് പോകാം, അതായത് മൂവ് എൻറ്റിറ്റീസിലോട്ട് പോകാം. ഞാൻ ആദ്യം ഫിഗർ സെലക്ട് ചെയ്തു, മൂവ് എൻറ്റിറ്റീസ് കൊടുത്തു. അപ്പോൾ അതെ, എൻറ്റിറ്റീസിന് മൂവ് എന്നുള്ളത് ആർക്ക് 1, ആർക്ക് 2, ആർക്ക് 3 ആയിട്ട് സെലക്ട് ചെയ്യുക. അതായത് സർക്കിളാണ്, അതുകൊണ്ട് ആർക്ക് എന്നുള്ള രീതിയിൽ സെലക്ട് ആണ്. ഇവിടെ പിന്നെ ഒരു ബോക്സ് ഉണ്ട്, കീപ്പ് റിലേഷൻ. കീപ്പ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 സർക്കിൾസ് തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ആ റിലേഷൻ മാറില്ല അവർ തമ്മിലുള്ള. അതാണ് കീപ്പ് റിലേഷൻ എന്ന് പറയുന്നത്. ഇത് കൊടുത്തില്ലെങ്കിൽ റിലേഷൻ ഇതുമായിട്ടൊരു ബന്ധമില്ല. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാൻ ദിവസം ഒന്ന്. ഇനി മൂവ് ചെയ്യാനുള്ള 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒന്ന് ഫ്രം ടു, 2 XY. ഫ്രം ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് മൂവ് ചെയ്യുന്നത്, എവിടത്തേക്കാണ് മൂവ് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് മൂവ് ആവും. XY എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോർഡിനേറ്റ്, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എത്രയാണെന്ന് വെച്ചാൽ കൊടുത്താൽ അതിനനുസരിച്ച് മൂവ് ചെയ്യിക്കാം. അപ്പോൾ ആദ്യം ഫ്രം ടു നോക്കാം. ഫ്രം ടു എടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എടുത്തു. ഞാൻ എവിടത്തേക്കാണ് മൂവ് ചെയ്യുന്നത് അത് അവിടത്തേക്ക് മൂവ് ആവും. അപ്പം ഞാൻ ഇവിടത്തേക്ക് മൂവ് ആയി. എന്നിട്ട് ആ ഡെസ്റ്റിനേഷൻ പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റർ കൊടുക്കുക, എന്നാലേ അത് മൂവ് ആവും. ഇതാണ് ഒരു മെത്തേഡ്. ഞാൻ ഒന്നും കൂടി സെലക്ട് ചെയ്ത് ഇനി രണ്ടാമത്തെ XY ആണ് കാണിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു, മൂവ് എൻറ്റിറ്റീസ് എടുത്തു, XY കൊടുത്തു. ഞാൻ ഇതിൻ്റെ എക്സ് 100 എന്നും 100 കൊടുത്ത് എൻ്റർ അടിക്കുമ്പോൾ 100 ഡിസ്റ്റൻസ് മാറി. ഞാൻ Y 50 കൊടുത്ത് എൻ്റർ അടിച്ച്, അപ്പോൾ Y 50 ഡിസ്റ്റൻസ് മാറി. ഇനി ഒരിക്കലും കൂടി എൻ്റർ ചെയ്താൽ മാത്രമേ സാധനം എന്ത് ചെയ്യും, നമ്മളെ ഫിഗർ മൂവ് ആവും. അതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇനി ഒരു മെത്തേഡല്ല, കീപ്പ് റിലേഷൻസിനെ പറ്റി പറഞ്ഞല്ല. അതിനാദ്യം ഞാൻ ഈ സർക്കിൾസ് മൊത്തം സെലക്ട് ചെയ്ത് ഇത് ഞാൻ ഇതിനൊരു റിലേഷൻ കൊടുക്കാൻ പോകുന്നത് കോൺസെൻട്രിക് എന്ന് പറഞ്ഞിട്ട്. ഇതാണ്ട, ഇപ്പം ഈ 3 സർക്കിൾസും കോൺസെൻട്രിക് ആണ് ഈ ഒരു സെൻറ്ററിൽ. അപ്പം ഞാനിനി ഈ സർക്കിൾസിനെ സെലക്ട് ചെയ്തു, എന്നിട്ട് മൂവ് എടുത്തു. എന്നിട്ട് ഇതിന് കീപ്പ് റിലേഷൻ കൊടുത്തിട്ട് കീപ്പ് റിലേഷൻ കൊടുക്കാതെ മൂവ് ചെയ്യാണ്. ഇപ്പം 3 സർക്കിളും സെലക്ട് ചെയ്തുകൊണ്ട് 3 പോവും. ഞാൻ തൽക്കാലം ഒരു സർക്കിൾ മാത്രം എടുത്ത് എന്നിട്ട് കീപ്പ് റിലേഷൻ കൊടുക്കാതെ ഞാൻ ഇതിനെ മൂവ് ചെയ്യുന്നത്. ഇതുണ്ടോ, ഈ ഒരു സർക്കിൾ മാത്രമായിട്ട് മൂവ് ചെയ്തു വന്ന്. കാരണം ഇതും ബാക്കിയുള്ള സർക്കിളും തമ്മിലുള്ള റിലേഷൻസ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല. പകരം ഞാനിപ്പോൾ ഈ ഒരു സർക്കിൾ മാത്രം സെലക്ട് ചെയ്തിട്ട് കീപ്പ് റിലേഷൻ കൊടുത്തിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ മൂവ് ചെയ്യുമ്പം ആ മൊത്തം സർക്കിൾസും ആ 3 സർക്കിൾസും കൂടി ഒരുമിച്ച്. കാരണം എന്താ, നമ്മൾ അവരുടെ റിലേഷൻ അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടാണ് ആ ഒരു ഫിഗറിനെ മൂവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എങ്ങനെ മൂവ് ചെയ്താലും ആ റിലേഷൻസ് തമ്മിൽ ഒരിക്കലും എന്താ പറയുക, റിലേഷൻസ് കട്ടായി പോകാൻ പാടില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ മൂവ് എൻറ്റിറ്റി അത് മൂവ് ആയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ മൂവ് എൻറ്റിറ്റീസിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.